வானத்திலே எரியதொரு வட்ட விளக்கு அத வணங்கிடவே ஏத்தி வச்சோ குத்து விளக்கு. சந்திரன் நமக்கு தெய்வமடி அத கும்பிட்டு கும்பிட்டு கும்மியடி. சுந்தரியே சுந்தரியே செந்தமிழில் பெண் கொடியே மஞ்சள் மணோ பூசி வரும் மார்கழி தல் பைங்கிளியே. தெங்காசி சந்தும் இட்டு தெருக்கூத்தும் பாட்டும் போட்டு தெங்காசி சந்தும் இட்டு தெருக்கூத்தும் பாட்டும் போட்டு தெம்மாங்கு தேனி முன்னில் வா நீ வா தென்பாண்டி கோலமயில் வா. தெம்மாங்கு தேனி முன்னில் வா நீ வா தென்பாண்டி கோலமயில் வா. சுந்தரியே சுந்தரியே செந்தமிழில் பெண் கொடியே. വെള്ളിത്തിടമ്പെടുക്കും തിങ്കൾ കുറുമ്പനാണ് മുൻപിൽ എഴുന്നള്ളിടും നേരം. മണ്ണും മനസ്സും മെല്ലെ മഞ്ഞിൽ കുളിച്ചൊരുങ്ങി അൻപിൽ അണിഞ്ഞൊരുങ്ങും നേരം. ഊരിലിതാ ഉത്സവമായി ഉന്മകൾ തൽ മത്സരമായി. ഊരിലിതാ ഉത്സവമായി ഉന്മകൾ തൽ മത്സരമായി. പൂക്കാവടി പാൽക്കാവടി അമ്മൻ കുടമായി പൊയ്ക്കോലം മയിലാട്ടം നാദസ്വരമായി. തെമ്മാങ്ക് തേനി മുന്നിൽ വാ നീ വാ തെൻപാണ്ടി കോലമയിൽ വാ. തെമ്മാങ്ക് തേനി മുന്നിൽ വാ നീ വാ തെൻപാണ്ടി കോലമയിൽ വാ. സുന്ദരിയേ സുന്ദരിയേ செந்தமிழில் பெண் கொடியே. തെന്നൽ പതുങ്ങി വന്നു നെഞ്ചിൽ ഉരുമ്മി നിന്ന് കാതിൽ കഥ പറയും കാലം. കണ്ണിൽ വിളക്കും വെച്ച് കന്നി കീനാവും കൊണ്ട് മോഹം വിരിഞ്ഞൊരുങ്ങും പ്രായം. മണിമകളെ മണിക്കുയിലേ മാമയിലായി നീയാട്. മണമകളെ മണിക്കുയിലേ മാമയിലായി നീയാട്. കളിയാടി യസപാടി ഇമ്പം തരുവാൻ കല്യാണ തിരുനാളിൻ കാലം വരുവാൻ. തെമ്മാങ്ക് തേനി മുന്നിൽ വാ നീ വാ തെൻപാണ്ടി കോലമയിൽ വാ. തെമ്മാങ്ക് തേനി മുന്നിൽ വാ നീ വാ തെൻപാണ്ടി കോലമയിൽ വാ. സുന്ദരിയേ സുന്ദരിയേ செந்தமிழில் பெண் கொடியே மஞ்சள் மணோ பூசி வரும் மார்கழி தன் பைங்கிளியே. தெங்காசி சந்தும் இட்டு தெருக்கூத்தும் பாட்டும் போட்டு தெங்காசி சந்தும் இட்டு தெருக்கூத்தும் பாட்டும் போட்டு தெம்மாங்கு தேனி முன்னில் வா நீ வா
തെൻപാണ്ടി കോലമയിൽ വാ തെമ്മാങ്ക് തേനെ മുന്നിൽ വാ നീ വാ തെൻപാണ്ടി കോലമയിൽ വാ. എന്റെ പൊന്നു നാട്ടുകാരെ, ഇവൻ പക്ക ഫ്രോഡാ. ഇവൻ ഫ്രോഡ് ചെറുക്കനാ, ഞാനാ യഥാർത്ഥ ചെറുക്കൻ. സാറേ ഇവരെ പിടിക്കും സാറേ. അവളെ ഏത് സാറിന്റെ മോളായാലും അവളെ എന്റെ പെണ്ണാ. ഞാൻ അവളെ ഇഷ്ടപ്പെടുന്ന ഞാൻ അവളെ കൊണ്ടുപോയിരിക്കും. അശ്വിനൻ ടീം സൂപ്പർ. താങ്ക് യു. ഭയങ്കര കളർഫുൾ എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. എടാ പക്ഷെ സോറി, നിന്റെ ഡയലോഗ് പറയാ. ഡയലോഗ് പറയാനാ? ഒന്നുകൂടെ ചിരിക്കാനാന്ന്. അവളെ ഏത് സാറിന്റെ മോളായാലും അവളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആര് തടഞ്ഞാലും ഞാൻ അവളെ കൊണ്ടുപോയിരിക്കും. ഇങ്ങനെയാണോ പറഞ്ഞേ? ഒരു ഡയലോഗ് ഞാൻ വിട്ടുപോയി. പറഞ്ഞ ഡയലോഗാണ് ഞാൻ ചോദിച്ചത്. ഏത് സാറിന്റെ മോളാണ്? അവൾ എന്റെ പെണ്ണ. അവളെന്റെ പെണ്ണ് പറഞ്ഞ വിട്ടുപോയി. പക്ഷെ സൂപ്പർ ആയിരുന്നു കേട്ടാ. പക്ഷെ പാറു, അവൻ ആ ഒരു സീരിയസ് ഡയലോഗ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അവിടുന്ന് പൊട്ടിച്ചിരിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഞങ്ങൾക്കും അറിയില്ല, പക്ഷെ ശരി. അതുകൊണ്ട് ശബ്ദം അടഞ്ഞു. അയ്യോ, നമുക്ക് ഈ അച്ഛനിന്ന് തുടക്കം. ശിവനന്ദ ചേച്ചിയുടെ മ്യൂസിക് ട്രൂപ്പിലുള്ള ആളാണ്. ഓക്കെ, എന്താണ് അങ്കിളുടെ പേര്? വിനയൻ എന്നാണ് എന്റെ പേര്. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത പേര് ഷിനോയ്. 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 വീട് ചെങ്ങന്നൂരാണ്. എന്ത് ചെയ്യുന്നു ഷിനോയ്? ഞാൻ ഡ്രൈവറാണ്. ഓക്കെ. അശ്വിന്റെ പിതാവാണ് എന്റെ മകളെ സംഗീതം പഠിപ്പിക്കുന്നത്. എന്റെ മകളാണിത്. ഓ ശരി ശരി. ഓക്കെ ഓക്കെ. അടിപൊളി. അടിപൊളി. ഓക്കെ, അടുത്ത ആള്. എൻ്റെ പേര് സുരേഷൻ വെട്ടിനാൽ. പരിക്കൂലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. സുരേഷ് എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ മിമിക്രിയും പരിപാടിയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഇവിടെ വരുന്നവരെല്ലാം മിമിക്രിക്കാരാണ്. എന്താണ് തുറുപ്പിച്ചിട്ട്? ചെറുപ്പമായിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ 2 ടൈപ്പ് വോയിസ്. ഒന്ന് ആക്റ്റീവായിരിക്കുമ്പോഴും പിന്നെ സാറ് വയ്യാതെ ഇരിക്കുമ്പോഴും. ഒന്ന് കേൾക്കാം. ആദ്യമായിട്ട് ഉമ്മൻചാണ്ടി സാറ് ആക്റ്റീവായിരിക്കുമ്പോഴുള്ള ശബ്ദം. UDF ഗവൺമെന്റ് എന്ന് പറഞ്ഞാല് കേരളത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനായിട്ട് ഒരുപാട് കാര്യങ്ങള് ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹം തീരെ വയ്യാതെ ഇരുന്നപ്പോ ഉള്ള അദ്ദേഹത്തിന്റെ ശബ്ദം. UDF ഗവൺമെന്റ് എന്ന് പറഞ്ഞാല് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങള് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. സൂപ്പർ. ഇനി നമ്മുടെ അശ്വിന്റെ അതെ നായിക. എന്റെ പേര് ആർച്ച ഷിനോയ്. ഞാൻ വരുന്ന ചെങ്ങന്നൂരിൽ ഇപ്പൊ 12th പഠിക്കുന്നു. എന്റെ പേര് ദിവ്യ. അശ്വിന്റെ അമ്മയാ. ശരിക്കും ഓഹോ, അത് അപ്പൊ അടുത്തോട്ട് നിൽക്കുന്നത്. ഞാൻ അശ്വിന്റെ മാമനാണ്. എന്റെ അനിയൻ. വെരി ഗുഡ് വെരി ഗുഡ്. അശ്വിന്റെ അമ്മയ്ക്ക് ആ മുടി ഒറിജിനൽ മുടിയാണ്. അതെ അതെ. അയ്യോ, സത്യം പറഞ്ഞ അശ്വിന്റെ അമ്മയാന്ന് ഞാൻ വിചാരിച്ചു. പെങ്ങളോ ഒക്കെ ആയിരിക്കും വിചാരിച്ചു. എല്ലാരും ചോദിക്കും. സത്യം അമ്മയാണെന്ന് ഒരിക്കലും അറിയില്ല. മാമൻ പറയൂ അശ്വിനെ പറ്റി. ശരിക്കുള്ള അശ്വിൻ എങ്ങനെയാണ്? ശരിക്കുള്ള അശ്വിൻ, എനിക്കറിയുന്ന അശ്വിൻ ഇത്രയും സംസാരിക്കൊന്നുമില്ല. പക്ഷെ അവന്റെ ഈ പെർഫോമൻസ് ഒക്കെ കേട്ട് ഞങ്ങൾ തന്നെ ഞെട്ടിയിരിക്കുക. ഡെയിലി ഇവന്റെ ഷോയിൽ വരുന്ന ഇവന്റെ ആ ഒരു ചേഞ്ചസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര പ്രൗഡാണ്. പിന്നെ അവൻ നിമിത്തം ഞങ്ങളിപ്പോ ഈ വേദിയിൽ ഇവിടെ എത്തി. വളരെ പ്രൗഡ്, ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്കിനി പെർഫോമൻസ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ചേച്ചി. അശ്വിൻ മാം, ഉഗ്രം പാട്ട് സെലക്ഷൻ. താങ്ക് യു മാം. ഇത് എല്ലാവർക്കും കൂടി പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു പാട്ട്. നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട് മോനെ. എനിക്ക് അത് അശ്വിന് തന്നെ അറിയാം എവിടെയാണ് സ്ലിപ്പ് ആയതെന്നുള്ളത്. കാരണം അശ്വിന് അതൊക്കെ പുഷ്പം പോലെ പാടാൻ പറ്റിയ സ്ഥലങ്ങളായിരുന്നു. ഉണ്മകൾ അല്ലേ? അതുപോലെ മാമയിലിന്റെ 2ാമത്തെ റിപ്പീറ്റിൽ അത് ഓക്കെ ആയി. അതിന്റെ മുന്നേയും കൂടി ഒരു ചെറിയൊരു സ്ലിപ്പ് പോലെ വന്നു. ബാക്കി എനിക്ക് പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ആയിരുന്നു. ഗോഡ് ബ്ലെസ് യു. ഈ ടീമിന് എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ്. താങ്ക് യു ചേച്ചി. ശരത് സാർ. പിന്നെ ചക്കരെ എന്തോ സാർ? ഉഗ്രായിരുന്നു. താങ്ക് യു സാർ. സൂപ്പർ. നീ അത് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തു. കാര്യം ഇത്രയും ഇതിൻ്റെ ഇടയ്ക്ക് പൂജ ചെയ്യണം, ആ പെണ്ണിനെ വളച്ചൊടിച്ച് കൊണ്ടുപോടണം. ഏത് സാറാണെങ്കിലും കുഴപ്പമില്ല, ഇവളെൻ്റേതാണ് എന്നൊക്കെ പറയണം. അല്ല, അതൊക്കെ നല്ലതായിരുന്നു. പക്ഷെ നീ ഉഗ്രായിട്ട് പാടിയിടാ. എന്തൊരു പ്ലാനിങ് ആയിരുന്നു ഒരു പെണ്ണെ തട്ടിക്കൊണ്ടു പോവാൻ. മോനെ ചക്കര നന്നായിരുന്നടാ, നന്നായിരുന്നു. എനിക്ക് ആകെ ഉള്ളത് വാനത്തിലെ എരീതൊറ്.
എറിയതൊരു എരിയതൊരു അതാണ് കേട്ടോ. അത് പിന്നെ നമ്മുടെ ആ ഉത്സവമായി. ആദ്യം ഒന്നും ഉത്സവം ആയില്ലെങ്കിലും പിന്നെ ഉഗ്ര ഉത്സവമായി കേട്ടോ. അത് ശ്രദ്ധിച്ചോളാം, എപ്പോൾ പാടുമ്പോഴും അത് അതിൻ്റെതായിട്ടുള്ള കൃത്യതയോടെ പാടുക. ബാക്കിയല്ല അസാധ്യമായിരുന്നു. നല്ല എന്നാ ഒന്നാമതൊരു നല്ല ഗുമ്മുള്ള പാട്ട്. താങ്ക് യു സർ. ഷാനിക അശ്വിനെ സാർ കലക്കിയടാ. താങ്ക് യു സാർ. താങ്ക് യു. കാരണം ഈ പറഞ്ഞ പോലെ ഒരു 3 വേരിയേഷൻസിലുള്ള സിംഗേഴ്സിന്റെ ടെക്സ്ചേഴ്സാണ് ഒരാള് കൊണ്ടുവന്നത്. 2 മെയിലും 1 ഫീമെയിലും. അപ്പൊ അത് കലക്കി. പിന്നെ സോങ് വൈസ് ഉണ്മകൾ തൻ അത് റിപ്പീറ്റ് ഓക്കെ ആയി. ഫസ്റ്റ് പാളി, പിന്നെ അതുപോലെ തന്നെ ഓർമ്മയിലായി. ഫസ്റ്റ് പാളി, റിപ്പീറ്റ് അടിപൊളിയായിരുന്നു. അത് എടുത്തു പറയേണ്ട സംഭവം എന്ന് പറയുന്നത് അതേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഒക്കെ ഇടയിൽ നീ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൂടാണ്ട് അവസാനത്തെ ഡയലോഗ് ആണെങ്കിൽ ഇല്ലടാ, ചീറ്റിട്ടൊന്നുമില്ല. ഏത് സാറിന്റെ മോളാണെങ്കിലും ഇവളെ എന്റെ പെണ്ണാണ് നീ പറഞ്ഞപ്പോഴുണ്ടല്ലോ എല്ലാവരുടെയും ബോധം ഒക്കെയാണ്. നന്നായിട്ട് പാടിയടാ, നല്ല രസമുണ്ടായിരുന്നു. കാരണം ഭയങ്കര എനർജി, ഭയങ്കര റിത്തം ഒക്കെ ഉള്ള ഒരു സോങ് ആണല്ലോ. അത്രേ ഉള്ളൂടാ, ഉഗ്രനായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. ഭയങ്കര കളർഫുൾ പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. MG സർ. അശ്വിൻ കുട്ടാ, എന്തോ സാർ? നീ കൊണ്ടുപോയി താങ്ക് യു സാർ. എല്ലാം. സത്യത്തിൽ ഞാൻ ഇത് പാട്ട് തീരാറായപ്പോൾ എനിക്കറിയാൻ 1-2 സ്ഥലത്ത് പോയി എന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ ഷാൻ്റെ അടുത്ത് പറയാൻ നമുക്കൊരു സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുക്കണമെന്ന്. കാരണം വേറൊന്നുമല്ല, ഈ 3 പേര് പാടിയത് ഒറ്റയ്ക്ക് നിന്ന് പാടുകയും ബാക്കി ഇതിൻ്റെ കൂടെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുകയും എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ യു ഡിസർവ് എ സ്റ്റാൻഡിങ് ഓവേഷൻ. കാരണം ശകലമൊക്കെ തെറ്റിപ്പോവും. ഇവിടെ എത്ര പൊടി പിടിച്ച പാട്ടുകാരനാണെങ്കിലും സ്റ്റേജിൽ പാടുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ പോയില്ലെങ്കിലേ ഉള്ളൂ പ്രശ്നം. പക്ഷെ ആ ഡയലോഗ് മാത്രം മക്കൾക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നം. അത് ആ പാട്ടം കൊണ്ട് നിർത്തിയിട്ട് പിടിച്ചിട്ട് ഒരു ദേഷ്യത്തിൽ പറയണ്ടേ? അങ്ങനെന്ന് പറഞ്ഞു നോക്ക്. പറയടാ. നിക്കവിടെ എന്റെ പൊന്നു നാട്ടുകാരെ, ഇവളെന്റെ പെണ്ണാ. ഇവൻ ഫ്രോഡ് ചേർക്കൻ. എന്റെ സാറിന്റെ മോളെ കൊണ്ട് ഇവൻ പോവാ. ഇവനെ ഇവളേത് സാർ? ഇവളേത് സാർ? എനിക്കറിയില്ല. ഏത് സാറിന്റെ ഒറ്റ പ്രാവശ്യം കൂടെ തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എണ്ണിച്ചൊന്ന് തൊഴിക്കും. ഞാൻ പറയാം. ഫൈനൽ. ഓക്കെ, ലൈറ്റ്സ് ആക്ഷൻ. വിടല് എന്റെ പൊന്നു നാട്ടുകാരെ, ഇവൻ ഫ്രോഡ് ചേർക്കൻ. ഇവൾ എന്റെ പെണ്ണാ. എന്റെ സാറേ, ഇവൻ എന്റെ പെണ്ണിനെ കൊണ്ട് പോകുന്നു. വിടരുത് ഇവനെ. ഇവളേത് സാറിന്റെ മോളായാലും എനിക്കിവളെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇവളെ കൊണ്ടുപോയിരിക്കും. എനിക്കും അവളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ ആദ്യത്തെ ഡയലോഗ് പറഞ്ഞിട്ട് ഇത് കാവിലമ്മയാണ് സത്യം. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. രണ്ടാമത്തെ ഡയലോഗ് ക്ലാഷ് ആയി പോയത്. മക്കളെ ക്ലാഷ് ആവുന്ന ഒരു സ്ഥലത്തെ നീ ഇത് എനിക്ക് എന്നെയും ഇഷ്ടമാണെങ്കിൽ അവൾ ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, എങ്കിലും ചോദിക്കട്ടെ. പക്ഷെ നീ അസാധ്യമായിട്ട് പാടിയടാ, അസാധ്യമായിട്ട് പാടി. എന്റെ ഒരു ആഗ്രഹം, മകള് നല്ല പാട്ട് പാടും. ഒരു 2 ലൈൻ പാടാൻ ഉറപ്പായിട്ടും. സാഗരം മാറിലേറ്റും കതിരോൻ വീടറിഞ്ഞോ, കാതരേ നിന്റെ നെഞ്ചിൽ എരിയും സൂര്യനാരോ, കടലല തൊടു നിറമാർന്നു നിൻ കരളിലുമരുണിമ പോത്തുവോ, പ്രണയമുര സുലഭ മധുരമാം നിർവൃതി ഒഴുകും പാട്ടിൽ, ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി പാടും ഈണം കേട്ടതില്ലേ, പനിനീർ പൂക്കൾ ചൂടി രാവൊരുങ്ങിയില്ലേ. നല്ല വോയിസ് ആണ് കേട്ടോ. ഈ പാറു ആ മോള് പാടുമ്പോഴേ ഭയങ്കര വികാരം കൊണ്ട് നിക്കാണ് അച്ഛൻ. അതെ, സൂപ്പറായിട്ട് പാടുന്നുണ്ട് കേട്ടോ മോള്. സൂപ്പർ. എനിക്കത് മനസ്സിലാവും. ആ കണ്ണ് നിറയുന്നതും ആ മനസ്സ് നിറയുന്നതും ഒക്കെ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യാം. അസലേ പാടി മോള്. God bless you, darling.
അമ്മ പാടും അമ്മേ? ആ മോനും അച്ഛനും ഒക്കെ. മാമൻ പാടും. മാമൻ സ്റ്റേറ്റ് വിന്നർ ആയിരുന്നു. എന്നാ മാമന്റെ കയ്യിലേക്ക് മൈക്ക് കൈമാറും. മൈക്ക് ഉണ്ട് കയ്യില്. ഓ മാമൻ മൈക്കും കൊണ്ടാണോ വന്നത്? മാമൻ റെഡി ആയി എന്നാ എന്നാ എനിക്കും പാടണമെന്ന്. ആ മാമൻ ഏത് പാട്ടാ? എന്തിനു വേറൊരു സൂര്യോദയം. ആഹാ നിന്റെ നൂപുരമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായ ജീവിതം. നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി. ഇനിയും ചിലമ്പണിയൂ, എന്തിനു വേറൊരു സൂര്യോദയം. നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ. എന്തിനു വേറൊരു മധുവസന്തം. ഇന്നു നീ എന്നരികിലില്ലേ. മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം. ഇതിന് ഒരു സ്റ്റാൻഡിംഗ് ഒവേഷൻ. അതെ. നമ്മളെല്ലാവരും മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഷാനിക്ക. അശ്വിൻ സാർ 9.1. താങ്ക് യു. ശരത് സാർ. നിനക്ക് ഞാനൊരു 9.3 മാർക്സ് തരാം. താങ്ക് യു സാർ. താങ്ക് യു. ചേച്ചി. എന്തുകൊണ്ടും ഇതൊരു പെർഫോമൻസ് റൗണ്ട് ആയതുകൊണ്ടും Yeah. എല്ലാം അടിച്ച് പൊളിച്ച് എല്ലാവരും സൂപ്പർ ആക്കിയത് കൊണ്ടും 9.3 മാർക്സ്. താങ്ക് യു. താങ്ക് യു. MG സാർ. ഞാൻ എഴുതി വെച്ചു. ആ ഇത് മോനും രണ്ടാം മോക്കും പ്രത്യേകിച്ച് മാമനും. കിടക്കട്ടെ. ഓക്കെ. ടോട്ടൽ 27.7. ഇത് നിങ്ങൾ എല്ലാരും കൂടെ വാങ്ങിച്ചു കൊടുത്ത മാർക്കാട്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. സോ